പറയുന്നതല്ല, സത്യമാണ്. സത്യമാണ്. യുക്തിവാദികളും നിരീശ്വരവാദികളും ഇസ്ലാമിനെ സംബന്ധിച്ച് ആരോപിക്കുന്ന ആരോപണങ്ങളിൽ കഴമ്പുണ്ട്. അവര് തന്നെ മനസ്സിലാക്കി കൊടുത്തു. ഹദീസുകളൊക്കെ നമ്മൾ പറഞ്ഞപ്പോൾ വിശ്വസിക്കാത്ത ആളുകൾക്ക് ഒരേ വിഷയത്തിൽ വന്ന 10-ലധികം ഹദീസുകൾ എടുത്ത് വിസ്ഡം ഗ്രൂപ്പുകാർ തന്നെ ജനങ്ങളെ പഠിപ്പിച്ചു. മനസ്സിലായ? എന്നിട്ട് ഇവര് ചോദിക്കുന്നതാണ്, നബിയുടെ കാലഘട്ടത്തിൽ ആളുകൾ ആരോപിച്ചില്ല, ഉമറിന്റെ കാലഘട്ടത്തിൽ, അബൂബക്കറിന്റെ കാലഘട്ടത്തിൽ, ഉസ്മാന്റെ കാലഘട്ടത്തിൽ, അലിയുടെ കാലഘട്ടത്തിൽ ആരും പ്രവാചകന്റെ വിവാഹത്തെ സംബന്ധിച്ച് ഒരാരോപണം പോലും നടത്തിയിട്ടില്ല എന്ന് പറയുന്നു. പിന്നെ ആരാണ് ഈ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചത്? എങ്ങനെയാണ് പ്രവാചകന്റെ വിവാഹത്തെ സംബന്ധിച്ച് ആരോപണങ്ങൾ ഉയർന്നു വന്നത്? നിങ്ങൾ പറയൂ. എന്നാണ് ബുഖാരി, മുസ്ലിം ഈ 6 ഹദീസ് ഗ്രന്ഥകാരന്മാർ ഹദീസുകളെ ക്രോഡീകരിച്ച് പുസ്തക രൂപത്തിലാക്കി. അതിനകത്തുണ്ട് എന്താണ് പ്രവാചകനെന്ന്, ആരാണ് പ്രവാചകനെന്ന്, എന്താണ് പ്രവാചകൻ ചെയ്തത് എന്ന് അതിനകത്തുണ്ട്. ആ ആധികാരികമായ ചരിത്രങ്ങൾ, ഹദീസുകൾ, ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങളൊക്കെ ജനങ്ങൾ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലായി നബി പോക്കാണ്. മനസ്സിലായ? അപ്പോ എന്നെയൊക്കെ കൊല്ലാൻ വരുന്നതിന് മുമ്പ് റഷ്യക്കാരായ ബുഖാരിയെ പിടിക്കണം, മുസ്ലിമിനെ പിടിക്കണം, അബൂദാബൂദിനെ പിടിക്കണം, തിർമുദിയെയും ഇബ്നു മാജയെയും നസായിയെയും പിടിക്കണം. അപ്പൊ അവരില്ലല്ലോ, പുസ്തകം പഠിച്ചോ? അവരിപ്പൊ ഇല്ലല്ലോ. ശരി, അവരുടെ പുസ്തകങ്ങൾ എടുക്ക്. ഇത് പുസ്തക രൂപത്തിൽ ഇവര് ക്രോഡീകരിച്ചു. ഇത് ആധികാരികമായ പ്രമാണമാണ് എന്ന് സാക്ഷ്യപ്പെടുത്തിയത് ആരാ? അവർ ഈ പുസ്തകം ഒന്ന് വായിച്ചു നോക്കിയിട്ടല്ലേ സാക്ഷ്യപ്പെടുത്തിയത്. 56-കാരനായ മുഹമ്മദ് നബി 6 വയസ്സുകാരിയെ കെട്ടിയെന്ന് പറഞ്ഞതാരാ? നമ്മളാണോ? നമ്മളാരും പറഞ്ഞിട്ടില്ല. ഈ ഗ്രന്ഥത്തിലുള്ള വസ്തുതകൾ മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. സൊഫിയ പാവപ്പെട്ട പെണ്ണിന്റെ പാപ്പയെയും കെട്ടിയോനെയും ഒക്കെ കൊന്നിട്ട് ആദ്യരാത്രി അറകൂടും അവരുമായിട്ട്. ഇതൊക്കെ ആരാ പറഞ്ഞേ? ഇഹ്റാമിലായിരിക്കുമ്പോ കല്യാണം കഴിക്കരുതെന്ന് പറഞ്ഞു. നബി അങ്ങ് കെട്ടി മൈമൂനെ. കണ്ടില്ലേ? ജൗനിന്റെ മകൾ ഉമൈമ, ഷൗത്ത്, അതാ ഞാൻ പറഞ്ഞത്, വിവാഹ അഭ്യർത്ഥനയുമായിട്ട് വന്നത്. ഇതൊക്കെ നമ്മൾ പറഞ്ഞതല്ല. ഇന്ന് നിങ്ങളെടുത്ത് നോക്കണം, ഇസ്ലാമിന്റെ പുസ്തകങ്ങളിൽ ഉണ്ടോ എന്ന് ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ. നിങ്ങൾ ആദ്യം ഉസ്താദുമാരെ പിടിച്ചവിടെ നിർത്തണം. അവിടെ നിക്കടാ. ബുഖാരി എന്ന പുസ്തകത്തിലുണ്ടോടാ ഈ പെണ്ണിന്റെ കഥ? ഉണ്ടോ? പ്രവാചകനോട് ആ പെണ്ണ് പറഞ്ഞോ? തഹബുൽ മലിക്കത്തിന്റെ സഹാലി സൂക്കത്ത് എന്ന് പറഞ്ഞോ? ഒരു അങ്ങാടിപ്പയ്യന് രാജ്ഞി അവളുടെ ശരീരം ദാനം ചെയ്യണം പോടാന്ന് പറഞ്ഞോ? ഒടുവിൽ നബിയിൽ നിന്നും അവൾ ശരണം തേടിയോ? ഇതങ്ങനെ തന്നെ ഉണ്ടോ? എടുത്ത് ഞങ്ങൾക്ക് വിശദീകരിച്ചു തരൂ. എന്തുകൊണ്ടാണ് ഇത്രയും കാലവും നിങ്ങൾ ഈ ഹദീസ് ഞങ്ങൾക്ക് കാണിച്ചു തരാതിരുന്നത്? പോട്ടെ, യുക്തിവാദികളും നിരീശ്വരവാദികളും ഒക്കെ ഈ വിഷയം പറയുമ്പോൾ അവരെ എന്തിനാണ് നീയൊക്കെ തെറി പറയുന്നത്? നമ്മുടെ പുസ്തകത്തിലില്ലേ ഇത്? ആദ്യം ഈ പുസ്തകം പരിഷ്കരിക്കുക എന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടാകണം. വളർത്തുപുത്രനായ സെയ്ദിന്റെ ഭാര്യയെയും പിടിച്ചെടുത്തു. ഇന്നലെ വരെ സെയ്ദ് ഇവരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ഭാര്യയായി കൊണ്ടുനടക്കുകയും ചെയ്തു. ഇന്ന് നബി കെട്ടിയതോടുകൂടി സെയ്ദിന്റെ ഭാര്യയായ സൈനബിന്റെ മകനായി ഭർത്താവ്, ഇന്നലത്തെ ഭർത്താവ് ഇന്ന് മോനായി. നമ്മളെ അനാവശ്യമായിട്ട് തെറി പറഞ്ഞിട്ടോ, നമ്മളോട് വിരോധം വെച്ച് പുലർത്തിയിട്ടോ, നമുക്കെതിരെ കേസിന് പോയിട്ടോ, അപവാദ പ്രചരണങ്ങൾ നടത്തിയിട്ടോ, ഇനി അതല്ല കൊല്ലാൻ തന്നെ തീരുമാനിച്ചിട്ടോ, ഭ്രഷ്ട് കൽപ്പിച്ചിട്ടോ ഒരു കാര്യവുമില്ല. പ്രവാചകന്റെ വ്യക്തിത്വം എന്താണ് എന്ന് ജനങ്ങൾക്കു മേലെ കാണിച്ചു കൊടുത്തത് ഇത്തരം ഗ്രന്ഥങ്ങളാണ്. അവരെയാണ് നിങ്ങൾ ആദ്യം പിടിച്ചു നിർത്തേണ്ടത്. പ്രവാചകൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഇല്ലേ? ഇതാണോ നബി? ഇതല്ലെങ്കിൽ പിന്നെ എന്താണ് നബി? ഈ ഹദീസുകളിൽ നിന്നും റെഡ്യൂസ് ചെയ്യേണ്ടുന്ന ഭാഗങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങൾ പറയണം. ഈ ഹദീസുകളെ നിങ്ങൾക്ക് വെള്ള പൂശണോ? വേണ്ടാത്തതൊക്കെ എടുത്ത് മാറ്റ്, ചവറുകളൊക്കെ മാറ്റിയിട്ട് വേറെ ഇറക്ക്, കുഴപ്പമില്ല. നിങ്ങൾ ന്യായീകരിച്ച് വഷളാക്കിക്കൊണ്ടിരിക്കുവാണ് ഇതിനെ. നിങ്ങൾ ഇതിനെ ന്യായീകരിച്ച് നമ്മളെ തെറി പറയുമ്പോൾ എന്താണ് ശരി, എന്താണ് തെറ്റ് എന്ന് വീണ്ടും വീണ്ടും ഞങ്ങൾക്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഓരോ സന്ദർഭങ്ങൾ വരുവാണ്. ബുദ്ധിയും ബോധവുമുള്ള മനുഷ്യർ
മനസ്സിലാക്കും ഞങ്ങൾ പറയുന്നതിൽ വസ്തുതകളുണ്ട്. ഇസ്ലാമിലെ പ്രമാണങ്ങളിൽ നിന്നാണ് അവർ കാര്യങ്ങൾ ഉദ്ധരിക്കുന്നത്. അവർക്ക് മറുപടി ഇല്ലാതെ വരുന്നത് കൊണ്ടാണ് അവരെ കൊല്ലാൻ ഇവര് നിൽക്കുന്നത്. ജനങ്ങൾ മനസ്സിലാക്കും കാര്യം. മനസ്സിലായ? ജനങ്ങൾക്ക് കാര്യം മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾ ആരൊക്കെ വിചാരിച്ചാലും ശരി, അവരെ നിങ്ങൾക്ക് ഇതിനകത്ത് പിടിച്ചു നിർത്താൻ കഴിയില്ല. വളരെ ഇപ്പം ഒന്നോ രണ്ടോ യുക്തിവാദികളാണോ? പണ്ടൊക്കെ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴോ ലോക രാജ്യങ്ങളിൽ മുഴുവനും ഇസ്ലാം മത വിമർശകരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. കാരണം എന്താ? ഒരു കയ്യിൽ ഖുർആനും മറു കയ്യിൽ വാളുമേന്തി ഇറങ്ങുക തല കൊയ്യാൻ. തല കൊയ്തങ്ങോട്ട് മതിയാകുന്നില്ല, തൃപ്തി വരുന്നില്ല. ആകാശത്തിലിരിക്കുക, ഏഴാൻ ആകാശത്തിന്റെ അപ്പുറത്ത് മലക്കുകളാൽ താങ്ങി നിർത്തപ്പെട്ട സിംഹാസനത്തിൽ ഇരിക്കുക പടച്ചോൻ, ചോര നദി ഒഴുകുന്ന കാണാന്. ഖുർആനിനെ അവഹേളിക്കലുമായി ബന്ധപ്പെട്ട് വിവാദത്തിലായിരിക്കുന്ന സ്വീഡനിലെ അവസ്ഥ നമുക്ക് കണ്ടില്ലേ? തുടരെ സ്ഫോടനങ്ങൾ നടന്നതായിട്ടാണ് സ്വീഡിഷ് പോലീസ് ഇപ്പോൾ അറിയിക്കുന്നത്. റെസിഡൻഷ്യൽ ബിൽഡിങ്ങുകളിലൊക്കെ സ്ഫോടനം, അടുപ്പിച്ച് സ്ഫോടനങ്ങൾ നടക്കുന്നു. എന്തിനാ? ഖുർആൻ സംരക്ഷിക്കാൻ സ്ഫോടനം, ഖുർആനിക നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ സ്ഫോടനം, കത്തിക്കൽ. എന്തുവാണ് ഇതൊക്കെ? 1 മണിക്കൂറിനകത്ത് 4 സ്ഫോടനങ്ങൾ സ്വീഡനില്. മതഗ്രന്ഥങ്ങൾ കത്തിക്കാൻ അനുമതി നൽകിയതിന്റെ പേരിലുള്ള പ്രതിഷേധമാണിത്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ. അതായത് ഈ ഗ്രന്ഥം കാരണമാണ് മനുഷ്യൻ ഇങ്ങനെ പരസ്പരം പൊട്ടിത്തെറിക്കാൻ സന്നദ്ധരാകുന്നത് എന്നവര് മനസ്സിലാക്കി അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ശരി, നിങ്ങൾക്ക് അതിനെ വിമർശിക്കണമെങ്കിൽ വിമർശിക്കാൻ, കത്തിക്കണമെങ്കിൽ കത്തിക്കാന്ന് പറഞ്ഞു. ആഗോളതലത്തിൽ സ്വീഡൻ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായി ഖുർആൻ കത്തിക്കാൻ അനുമതി നൽകിയതിന്റെ പേരിൽ. ഈ പൊട്ടിത്തെറിക്കാര് സമാധാനം പറയും. ഭീകര സംഘടനകൾ സ്വീഡനെ ഭീഷണിപ്പെടുത്തി. സ്വീഡന് സുരക്ഷാ ഭീഷണികൾ ഉണ്ടെന്ന് സ്വീഡനിലെ തീവ്രവാദികളുണ്ട്. അതായത് എന്താണ്, പ്രയോറിറ്റൈസ്ഡ് എന്ന അവരുടെ പേര്. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഭയക്കുവാണ് ഇവരെ. ഈ രാജ്യത്തേക്ക് കൊല്ലങ്ങൾക്ക് മുമ്പ് അഭയാർത്ഥികളായിട്ട് കയറി വന്ന ആളുകളാണ്. ഭീകരാക്രമണ ഭീഷണിയുടെ ലെവലിലേക്ക് അവർ ഉയർന്നു. അവർക്ക് മാനുഷികമായിട്ടുള്ള പരിഗണന നൽകിയതാ, മനുഷ്യാവകാശം കൊടുത്തതാ. ഇന്ന് ആ രാജ്യം സ്ഫോടനങ്ങളുടെ നടുവിൽ നിൽക്കുകയാണ്. സ്വീഡിഷ് നഗരങ്ങളിലൊക്കെ അധോലോക ആക്രമണങ്ങള് പകർച്ചവ്യാധി പോലെ പിടിപെട്ടുകൊണ്ടിരിക്കുന്നു. മതതീവ്രവാദത്തിന്റെ ഭീഷണിയുടെ നടുവിൽ ആ രാജ്യം. എന്താ കാരണം? ഈ പുസ്തകമാണ് കാരണം. ഈ പുസ്തകമാണ് കാരണം. കാരണം അഭയാർത്ഥികളായി വലിഞ്ഞു കയറി ചെല്ലുമ്പോൾ ഇത്രയും പേരുണ്ടാവത്തില്ല. പിന്നീട് പെരുകാണ്. കുടുംബാസൂത്രണത്തിന്റെ ബാലപാഠങ്ങൾ പോലും ഇവർക്കൊന്നും അറിയില്ല. മക്കളെ ഇഷ്ടം പോലെ ഉണ്ടാക്കിയിടുവാണ്. ഞങ്ങളുടെ വീട്ടിൽ 13 മക്കള്, ഞാൻ 13ാമത്തെ ആളാ എന്റെ വാപ്പച്ചിയുടെ. ഇവർക്ക് തിന്നാനുണ്ടോ, കുടിക്കാനുണ്ടോ, ഇവർക്ക് വിദ്യാഭ്യാസത്തിനുള്ള വകയുണ്ടോ? ഒന്നുമില്ല, ഒന്നും അറിയണ്ട. ഞങ്ങള് മത്തി അടുക്കിയതുപോലെ 4 പേര് ഇങ്ങനെ ഇവിടെ തല വെച്ച് കിടക്കും. 4 പേര് അവര് തല വെച്ചിരിക്കുന്നിടത്ത് നിന്ന് അടുത്ത ആളും തല വെച്ചിട്ട് ഇങ്ങോട്ട് ക്രോസ് ആയിട്ട്. കാരണം തലയണ ഒന്നേ ഉണ്ടാവുള്ളൂ, തലയണയൊന്നും ഇല്ല. ഇട്ടിരിക്കുന്ന തുണി വിരിക്കുക, കിടക്കുക. തിന്നാനും ഒന്നുമില്ല, കുടിക്കാനും ഒന്നുമില്ല, ഉടുക്കാനും ഇല്ല. പഠിക്കാനുള്ള സൗകര്യമുണ്ടോ? അതും ഇല്ല. മഴ പെയ്താൽ ഒരു തുള്ളി വെള്ളം പോലും വെളിയിൽ പോകത്തില്ല, വെള്ളം മൊത്തം വീട്ടിനകത്ത് തന്നെ വീഴും. ഇങ്ങനെ എങ്ങനെയൊക്കെയോ വളർന്നു. കുറെ മക്കളെ ഉണ്ടാക്കി കൂട്ടുക. എന്നിട്ട് എന്തിനാ? ഭരണം പിടിച്ചെടുക്കാനോ ശരീഅത്ത് നിയമം നടപ്പിലാക്കാനോ. ഇത് തന്നെയാണ് ഇവർ സ്വീഡൻ പോലെയുള്ള രാജ്യങ്ങളിലും ചെയ്യുന്നത്. എന്റെ അച്ഛയുടെ ലക്ഷ്യം അങ്ങനൊന്നും ആയിരുന്നില്ല, ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കാനൊന്നും ആയിരുന്നില്ല. അന്ന് കുടുംബാസൂത്രണത്തിന്റെ സാഹചര്യങ്ങളെ കുറിച്ചൊന്നും അറിയാത്തത് കൊണ്ടാണോ അതോ എനിക്കറിയില്ല അതിനെ സംബന്ധിച്ച്. എന്തായിരുന്നാലും ശരി, ഇന്നത്തെ ലക്ഷ്യം പെറ്റുകൂട്ടുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഒരു അജണ്ടയാണ്. ഭോഗിക്കുക, പിന്നെയും ഭോഗിക്കുക. 6-ാം നൂറ്റാണ്ടിലെ ഒരു ഗോത്ര നേതാവിന്റെ നിയമം ഈ കാലഘട്ടത്തിലും അങ്ങനെ തന്നെ നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ജനസംഖ്യാ വർധനവ് കൊണ്ട് പൊറുതിമുട്ടുന്ന ഭാരതത്തില് കുടുംബാസൂത്രണം 1970-കളിൽ തന്നെ തുടങ്ങിയിട്ടുണ്ട്. നാം 2 നമുക്ക് 2 എന്ന പോളിസി ഇവിടെ എവിടെയാ നടക്കുന്നത്? ഒരു പരിധി വരെയൊക്കെ നിയന്ത്രണമൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാലും അത്തരമൊരു നിയമം ഈ സ്വതന്ത്ര ഭാരതത്തിൽ ആവശ്യമാണ്. കാരണം മറ്റു മതസ്ഥരൊക്കെ ഒരുവിധം അത്തരം നിയമങ്ങളെയൊക്കെ പിന്തുടർന്ന് ഒന്ന് മതി, 2 മതി, അല്ലെങ്കിൽ അവർക്ക് അവരുടെ ജീവിത സൗകര്യങ്ങൾ നമുക്ക് വ്യക്തമാക്കി കൊടുക്കണം, മറ്റത് വാകീറിയവൻ വയറ്റിന് തരുമെന്ന് പറഞ്ഞ് ഉണ്ടാക്കിയിട്ട
രാജ്യത്തിന്റെ ഭരണഘടന അംഗീകരിക്കുന്ന രൂപത്തിൽ മുന്നോട്ട് പോകാൻ പറ്റണ്ടേ? അതോ 6-ാം നൂറ്റാണ്ടിന്റെ ഖുർആൻ എന്ന പുസ്തകവും പൊക്കി പിടിച്ചുകൊണ്ട് നടക്കണോ? സാമ്പത്തിക ഭദ്രത, തൊഴിൽ ലഭ്യത, ദാരിദ്ര്യം, ഭക്ഷണ ലഭ്യത, അവരുടെ ജീവിത സൗകര്യങ്ങള്, ഇതൊന്നും ഇവർക്ക് പ്രശ്നമല്ല. ഇതിന്റെ പേരിൽ ലോകം മുഴുവനും പൊട്ടിത്തെറിപ്പിച്ചിട്ടാണെങ്കിലും സാരമില്ല, എങ്ങനെയും പെറ്റുപെരുക്കുക, സമുദായം വർദ്ധിക്കട്ടെ. ഇസ്ലാം എന്ന ഈ മതത്തെ ഉയർത്തി കാണിക്കണം, ഇത്രയേ ഉള്ളൂ. വലിഞ്ഞു കയറി ചെല്ലുമ്പോൾ കുറച്ചു പേരെ ഉണ്ടാവുള്ളൂ, പിന്നെ അങ്ങ് പെറ്റുപെരുക്കുക. ജീവിതത്തിന്റെ നിലവാരമോ വിദ്യാഭ്യാസമോ സാങ്കേതികമായ മുന്നേറ്റങ്ങളോ അതല്ലെങ്കിൽ സാമ്പത്തിക ഉന്നതിയോ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള എന്തെങ്കിലും കണ്ടുപിടുത്തങ്ങളോ രാജ്യത്തിന്റെ പുരോഗതിയെ ലക്ഷ്യം വെച്ചിട്ടുള്ള പ്രവർത്തനങ്ങളോ ഇതൊന്നും ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളല്ല. മറ്റു മതക്കാരേക്കാൾ നമ്മൾ അതിജയിക്കണം, ആധിപത്യം സ്ഥാപിക്കണം, മറ്റു മതക്കാരെയൊക്കെ കൊന്നൊടുക്കണം, ലോകം മുഴുവനും ഇസ്ലാമികവൽക്കരിക്കണം. പെറ്റോളൂ പെരുകിക്കോളൂ, വിദ്യാഭ്യാസമൊന്നും ആവശ്യമില്ല, നമുക്കതിന്റെ ആവശ്യമില്ല. ഹവാല വഴി വേണോ? ഇനി ഉണ്ടിപ്പണത്തിന്റെ രൂപത്തിൽ വേണോ? അതിനുവേണ്ടി തീവ്രവാദിയാകണോ? ഇനിയും കുനിഞ്ഞു കിടന്നിട്ടാണെങ്കിലും സാരമില്ല, മലദ്വാരത്തിൽ അടിച്ചു കയറ്റണോ? സ്വർണം ബോംബ് പൊട്ടിക്കണോ? ഇരുമ്പ് ചട്ടി മാത്രം മതി വെച്ച് പൊട്ടിത്തെറിക്കണോ? രാജ്യദ്രോഹം ചെയ്യണോ? എന്തിനും റെഡി. പിടിക്കപ്പെടുന്ന ഏകദേശം കുറ്റകൃത്യങ്ങളിലൊക്കെ എന്തുകൊണ്ടാണ് ഞമ്മന്റെ ആളുകൾ തന്നെ നിരന്തരം വരുന്നത്? വിദ്യാഭ്യാസമില്ലാത്ത വിഭാഗത്തിലും ഏറ്റവും കൂടുതൽ ഞമ്മന്റെ ആളുകളാ. എന്തുകൊണ്ടാണ് വരുന്നത്? വിവരമില്ലാത്തവരിലും നമ്മളാ, സംസ്കാരമില്ലാത്തവരിലും നമ്മളാ, കുണ്ടനടിക്കാരന്മാരിലും നമ്മളാ, കൊച്ചു കുഞ്ഞുങ്ങളെ പിടിച്ച് പീഡിപ്പിക്കുന്ന മദ്രസ അധ്യാപകരിലും നമ്മളാ. യൗവനത്തിൽ എത്തുന്ന സമയത്ത് വിദ്യാഭ്യാസമില്ല, കഴിഞ്ഞുപോയി. സാമൂഹ്യബോധമില്ല, രാജ്യത്തോട് കൂറില്ല, പ്രതിബദ്ധതയില്ല, രാജ്യസ്നേഹമില്ല. ഉള്ളതെന്താ? മതസ്നേഹം, കുറച്ച് മതഭ്രാന്ത്. അത് വളർന്ന് മതതീവ്രവാദമാകുമ്പോഴാണ് നമ്മൾ പറയുന്നത് ഇവർക്ക് അംഗീകരിക്കാൻ കഴിയാതെ നമ്മളെ തെറി വിളിക്കേണ്ടി വരുന്നത്. അതുപോലെയുള്ള കുറച്ച് മദ്രസ കുണ്ടന്മാരാണ് ആ ചാറ്റ് ബോക്സിൽ വന്നിട്ട് തൂറി മേടുന്നത്. ഇവരൊക്കെ മനസ്സിലാക്കുന്നത് ഞങ്ങളുടെ മതം എന്തോ വലിയ സംഭവമാണെടാ, പ്രമാണത്തിലുള്ള വസ്തുതകളാണ് ഈ പറയുന്നത്. അത് മനസ്സിലാക്കാനേ വിദ്യാഭ്യാസമോ വിവരമോ ഒക്കെ വേണം, തലയ്ക്കകത്ത് വെളിവ് വേണം. അതല്ലെങ്കിൽ ഡാഷ് മോളെ, അങ്ങനത്തെ മോളെ, ഇങ്ങനത്തെ മോളെ, ഇതിന്റെ ഉമ്മയെ തരുവോടി വാപ്പയെ തരുവോടി എന്നൊക്കെ ചോദിക്കേണ്ടി വരും. കാരണം വെളിവില്ലല്ലോ. ആകെ നമുക്ക് ഉദ്ധരിച്ച ലിംഗം മാത്രമാണ് ആകെയുള്ള സമ്പാദ്യം. അതെവിടെയും കൊണ്ടുപോയി കയറ്റാൻ നമ്മൾ സന്നദ്ധരുമാണ്. നല്ല കടയിൽ കയറി സാമ്പാർ കൂട്ടി തിന്നാത്തത് കൊണ്ടാ. എവിടെയെങ്കിലും ചെന്ന് കയറിയാൽ മതി, സ്വാമിയുടെ സുന വെട്ടിയതുപോലെ ആരെങ്കിലും വെട്ടിയെടുത്ത് അവിടെ ഇലക്കകത്ത് വെക്കും, അതോടുകൂടി അങ്ങ് തീരും. ഇവന്റെയൊക്കെ തലയിലുള്ള കുറച്ച് ശരീരം മൊത്തം ലിംഗമാണ്. അതുകൊണ്ട് ലൈംഗിക ചിന്തകള്, രാജ്യവിരുദ്ധതകള്, അന്യമത വിരുദ്ധ ഇതൊക്കെയാണ് കുത്തി നിറച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ചാവേറുകളാകാനും പബ്ലിക്കിൽ ആരോടും എന്തും പറയാൻ, ഏത് രൂപത്തിലുള്ള തെറിവിളികളും പുലഭ്യങ്ങളും പറയാനും ഒക്കെ ഇവർക്ക് ഒരു കുഴപ്പവും ഇല്ലാതിരിക്കുന്നത് അതുകൊണ്ടാണ്. മനസ്സിലായ? കേരളത്തിൽ ദിവസം പ്രതി നടക്കുന്ന കുഴൽപ്പണം, കള്ള പാസ്പോർട്ട്, കള്ളനോട്ട്, സ്വർണ്ണക്കടത്ത്, ഉമ്മറം ഗോൾഡ്, മയക്കുമരുന്ന് കടത്ത്, മലദ്വാർ ഗോൾഡ്, മദ്രസ കുണ്ടനടി, അന്യമതത്തിൽപ്പെട്ട സ്ത്രീകളെ നാർക്കോട്ടിക്കിലും ലവ് ജിഹാദിലും ഒക്കെ പെടുത്തുക, തീവ്രവാദം, പീഡനം, ബോംബ് സ്ഫോടനങ്ങള്, എല്ലാത്തിലും മുഖ്യപ്രതികൾ ആരാ വരുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ തന്നെ ഇതിനകത്ത് വന്ന് പെടുന്നത്? ഇന്നത്തെ ഒരു നല്ല തലമുറ അവരുടെ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട്. എന്താ കാരണം എന്നറിയാമോ? ഞാനോ ഇങ്ങനായി, എന്റെ മക്കൾക്കെങ്കിലും ആ ഗതി വരരുത്, അവര് പഠിക്കട്ടെ. അടിസ്ഥാനപരമായ വിദ്യാഭ്യാസം ഇല്ലായ്മ കാരണമാണ് ഇങ്ങനെ ഒരു സമൂഹം അധപ്പതിച്ചു പോയത്. ഇനി അങ്ങനെ പാടില്ല. അതുകൊണ്ട് എല്ലാ മേഖലകളിലും മുസ്ലിങ്ങൾ ഉണ്ടാകണം എന്ന് മുസ്ലിം പുരോഹിതർ പോലും പ്രസംഗിക്കാനുള്ള കാരണം എന്താ? അവർക്ക് മനസ്സിലായി നമ്മുടെ സമുദായത്തില് വിവരമില്ലാത്ത ആളുകൾ വർദ്ധിച്ചു വരുന്നത് കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ മതം മറ്റുള്ളവർക്ക് മുമ്പിൽ പരിഹാസ്യരായി നിൽക്കേണ്ടി വരുന്നത്. മനസ്സിലായ? അതെ, ജാക്സൺ മുഴുത്ത സ്ഥാനങ്ങളുള്ള പെണ്ണുങ്ങളെ വെച്ചിട്ടാണ് ഇവരെ ഇങ്ങനെ വിളിക്കുന്നത്. അപ്പൊ ഇവരെ അത് വിശ്വസിക്കുവാണ്. ഇപ്പൊ നമ്മുടെ കമന്റ് ബോക്സിൽ, ചാറ്റ് ബോക്സിൽ വന്നിട്ട് ഈ തെറി വിളിക്കുന്ന ആളുകളും നമ്മൾ ഈ പറയുന്ന കാറ്റഗറിയിൽപ്പെട്ടവരാണ്. കാരണം വിവരമില്ല, വിദ്യാഭ്യാസമില്ല, ഉള്ളത് 6-ാം നൂറ്റാണ്ടിന്റെ മതം ഉൽപ്പാദിപ്പിച്ച സംസ്കാരം മാത്രമാണ്. പിന്നെ അവരെന്ത് ചെയ്യും? സച്ചു, നീ ചെയ്യുന്ന തെറ്റിന്റെ ശിക്ഷ നിനക്ക് തന്നെ. ഇത് തെറ്റല്ല. സച്ചു എന്ന് പറഞ്ഞാൽ തന്നെ സത്യം പറയാന്നല്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്. സത്യം പറ, സച്ചു പോൽ സത്യം പറ. ഈ ഗ്രന്ഥങ്ങളിലുള്ള വസ്തുതകളാണ് പറയുന്നത്. നിങ്ങൾ അതിനെ അങ്ങനെ തന്നെ അന്ധമായി അനുധാവനം ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് വിഷമം ഉണ്ടാകുന്നത്.
എൻ്റെ ഒരു ആശയത്തെ സംബന്ധിച്ചിട്ടാണല്ലോ പറയുന്നത്, എൻ്റെ മതത്തെ കുറിച്ചിട്ടാണല്ലോ പറയുന്നത് എന്ന് നിങ്ങൾക്ക് വിഷമം ഉണ്ടാകുന്നത് അതുകൊണ്ടാ. അതായത് ഇത് യാഥാർത്ഥ്യമാണ്, സത്യമാണ് പറയുന്നത് എന്ന് ആദ്യം നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയണം. എന്നാ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. അതിന് കുറച്ചൊരു വിവരം ഉണ്ടാകണം. മനസ്സിലായ? കുറച്ച് ഖുർആനായത്ത് കൂടിയൊക്കെ പറയണമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്, പക്ഷെ പറയാൻ പറ്റിയില്ല. ഇന്ന് അബൂ സയ്യിദിന്റെ ആ ഹദീസ് തന്നെ എടുക്കാമെന്ന് ഞാൻ മനസ്സിൽ പ്രതീക്ഷിച്ചിരുന്നു. എന്തായാലും ആ ഹദീസ് കഴിഞ്ഞു. അപ്പൊ ഇനി ഇവര് നമ്മൾ പറയുന്ന ഓരോ നുണകൾ എന്ന് പറഞ്ഞിട്ട് പൊളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ സത്യാവസ്ഥ എന്താണ് എന്ന് ഇസ്ലാമിലെ സകലമാന പ്രമാണങ്ങളും വെച്ചിട്ട് നിങ്ങൾക്ക് മുമ്പിൽ സമർത്ഥിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. മുമ്പ് ഇതുപോലെ ഇൻഡെക്സ് എടുത്ത് തന്നെയാ പറഞ്ഞിരുന്നത്. തുടർന്നും അങ്ങനെ തന്നെ പോകാമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും എല്ലാ തരത്തിലുള്ള സഹകരണവും സഹായവും പിന്തുണയും ഒക്കെ ഉണ്ടാകണമെന്ന് പ്രതീക്ഷിക്കുന്നു. തെറി പറയേണ്ടവർ പുതിയ പുതിയ തെറികളൊക്കെ ഒന്ന് പരിശീലിച്ചിട്ട് വരിക. അക്ഷരത്തെറ്റില്ലാതെ തെറികളെങ്കിലും ഒന്ന് എഴുതണേടേ. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി. തെറി പറഞ്ഞു കൂട്ടുവാണ്. വെച്ചിട്ട് പോടെ, വെച്ചിട്ട്